ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന, അധികാരം കൊണ്ട് നടന്നിരുന്ന പ്രമുഖ സംവിധായകൻ രഞ്ജിത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ടു. ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് അദ്ദേഹം. എന്നാൽ ആ അറസ്റ്റിന് പിന്നിൽ നടന്ന സിനിമയിൽ നിന്ന് ചില ഗൂഢാലോചനകളുടെ ചുരുളുകൾ ഇപ്പോൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുകയാണ്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രഞ്ജിത്തിനെ സുരക്ഷിതമായ ഒരു ഒഴിത്താവളത്തിലേക്ക് മാറ്റാൻ വൻ ഗൂഢാലോചന നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിനായി അദ്ദേഹത്തെ സഹായിച്ചത് സിനിമയിൽ തന്നെ പ്രമുഖരാണ്. അതുപോലെ ഈ ക്രൂരത നടന്ന കാരവാനിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് ഇനി എന്ത് സംഭവിക്കും? ഈ വീഡിയോയിലൂടെ ആ രാത്രിയുടെ കാണാപ്പുറങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുക. കോട്ടയത്തെ ഒരു ലൊക്കേഷൻ രഞ്ജിത്തിൻ്റെ പുതിയ സിനിമയുടെ സെറ്റാണ്. 61 വയസ്സുള്ള സംവിധായകനും വെറും 22 വയസ്സുള്ള ഒരു യുവനടിയും മികച്ച റോൾ വാഗ്ദാനം നൽകി ഈ കുട്ടിയെ രഞ്ജിത്ത് തൻ്റെ കാരവാനിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമം കാണിച്ചു എന്നാണ് കേസ്. പോലീസ് ഇപ്പോൾ ആ കൃത്യം നടന്ന കാരവാൻ കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ സിനിമ സെറ്റുകളിലെ കാരവാനുകൾക്കുള്ളിൽ സ്വകാര്യതയ്ക്ക് വേണ്ടി CCTV ക്യാമറകൾ വയ്ക്കാറില്ല. ആ ഒരു ആനുകൂല്യം ഇവിടെ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരവാന് പുറത്തുള്ള ക്യാമറകളിൽ നിന്നും സമീപത്തെ CCTVകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. വളരെ പെട്ടെന്ന് പരാതി വന്നതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ നശിച്ചു പോയിട്ടില്ല എന്നാണ് പോലീസിൻ്റെ വിശ്വാസം. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം എന്താണെന്നാൽ, ആ സംഭവം നടക്കുമ്പോൾ സെറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരവാനിൽ നിന്ന് നേരിട്ട ഈ ദുരനുഭവത്തിന് ശേഷം ആ പെൺകുട്ടി സെറ്റിലെ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ പരാതിപ്പെട്ടു. എന്നാൽ അവിടെ ആരും ആ കുട്ടിക്ക് പിന്തുണ നൽകിയില്ല. രഞ്ജിത്ത് എന്ന വലിയ പേരിന് മുന്നിൽ എല്ലാവരും ഭയന്ന് മിണ്ടാതിരുന്നു. എന്നാൽ ആ പെൺകുട്ടി നേരിട്ട് DGP സമീപിക്കുകയും വനിതാ പോലീസിന് മുന്നിൽ സെക്ഷൻ 164 പ്രകാരം രഹസ്യമൊഴി നൽകുകയും ചെയ്തു. പരാതി പോലീസിലെത്തിയെന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് വലിയൊരു പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. പൊതു അവധി ദിവസങ്ങൾ വരുന്നതുകൊണ്ട് പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ മുൻകൂർ ജാമ്യം എടുക്കാൻ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറാനായിരുന്നു പ്ലാൻ. എന്നാൽ ഇടുക്കി ജില്ലാ പോലീസിനും തൊടുപുഴ പോലീസിനും കൃത്യമായ വിവരങ്ങൾ കൈമാറി എറണാകുളം സിറ്റി പോലീസ് ആ പ്ലാൻ മുഴുവൻ പൊളിച്ചു. ഇവിടെയാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് രഞ്ജിത്തിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിന് പണി സിനിമയിലെ നടൻ ബോബി കുര്യനും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയുമാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. തൊടുപുഴയിൽ ലൊക്കേഷനിൽ നിന്നും വണ്ടൻമേട്ടിലെ ഒരു റിസോർട്ടിലേക്ക് രഞ്ജിത്തിനെ മാറ്റാനായിരുന്നു ഇവർ ശ്രമിച്ചത്. ബോബി കുര്യന് ഈ റിസോർട്ടുമായി ബന്ധമുണ്ടാകുമെന്നും പറയപ്പെടുന്നു. കൃത്യമായി കേസുണ്ടെന്നറിഞ്ഞിട്ടും ഒരു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ഒളിത്താവളം ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. നാടകീയമായി ആ കാർ ചേസിനൊടുവിൽ രഞ്ജിത്തിനെ പിടികൂടിയപ്പോൾ ഈ നടനും ആ കാറിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയെയും പോലീസ് ചോദ്യം ചെയ്യും. ഇവർ മാത്രമല്ല, ഇവർക്ക് പിന്നിൽ വേറെ ആരെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ ഇവരെല്ലാം ഈ കേസിൽ പ്രതികളാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ സബ് ജയിലിൽ കഴിയുന്ന രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച കോടതി പരിഗണിക്കുകയാണ്. അറസ്റ്റിലായി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴും താൻ ഈ കേസ് നേരിടുമെന്നും ഇത് തള്ളിക്കളയുമെന്നുമുള്ള വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു രഞ്ജിത്ത്. പ്രഗത്ഭന്മാരായ വക്കീലന്മാരുടെ വലിയൊരു സംഘം തന്നെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമാണ്. ഇത്രയും വലിയൊരു സംവിധായകനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തെളിവുകൾ എന്തെങ്കിലും പാളിച്ചുണ്ടായാൽ അത് സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് കൂട്ടുപ്രതികളെയും CCTV ദൃശ്യങ്ങളെയും ഉൾപ്പെടുത്തി കേസ് പഴുതടച്ചാക്കാൻ പോലീസ് രാപ്പകൽ ഇല്ലാതെ ശ്രമിക്കുന്നത്. മുൻപ് ഒരു ബംഗാൾ നടിയുടെ കേസും ഒരു യുവാവിൻ്റെ കേസും വന്നപ്പോൾ ഒത്തുതീർപ്പാക്കി ഊരിപ്പോയതുപോലെ ഇത്തവണ നടക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു പെൺകുട്ടി ഇത്രയും ധൈര്യത്തോടെ മുൻപോട്ട് വന്നിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വാചാലരാകുന്ന പല സിനിമാ പ്രമുഖരും ഈ വിഷയത്തിൽ കാണിക്കുന്ന മൗനം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. വലിയ സംഘടനകൾ പോലും ഇതിൽ ശക്തമായ ഒരു നിലപാടെടുക്കാൻ മടിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് അന്തസ്സായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു വ്യവസായമായി മലയാള സിനിമ മാറുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും തന്നെ ആരും പിന്തുണയ്ക്കില്ല എന്ന് അറിഞ്ഞിട്ടും DGPക്ക് മുന്നിൽ പരാതിയുമായി പോയ 22-കാരിയെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കൂട്ടുപ്രതികളെയും സഹായികളെയും പോലീസിനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമോ? ശനിയാഴ്ച കോടതി രഞ്ജിത്തിന് ജാമ്യം നൽകുമോ? അതോ പോലീസ് കസ്റ്റഡിയിൽ വിടുമോ? രഞ്ജിത്തിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ച സിനിമാ പ്രവർത്തകരുടെ ഈ നടപടി നിങ്ങൾ എങ്ങനെ കാണുന്നു?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമാ ലോകത്തെ ഇത്ര ഇരുണ്ട സത്യങ്ങളും വാർത്തകളും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.